ഗീത പഠിച്ചത് കൊണ്ടാ. അവരുടെ വെട്ട് കൊണ്ട് വീഴുമ്പോൾ ചൊല്ലിയത് എന്താണെന്നറിയോ? നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നൈനം വേദയന്ത്യാഭൂ ശ്രോഷയതി മാരുത. എത്ര വലിയ വലിയ അർത്ഥങ്ങളാണോ ഓരോ ഗീതാശ്ലോകത്തിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം ഗീത പഠിക്കണം എന്ന് പറഞ്ഞത്. അപ്പോ നിങ്ങളുടെ ശസ്ത്രങ്ങൾക്ക് എന്റെ ആത്മാവിനെ മുറിക്കാനോ ഉണക്കാനോ നനയ്ക്കാനോ ആവില്ല കേട്ടോ. അതാണ് മാനസികമായ കരുത്ത് നേടാൻ ഇത്രയും വലിയ ഒരു ഔഷധം വിദ്യ എന്നുള്ളതാ സത്യം. ഇനി മറ്റൊന്ന്, ഗീതാശാസ്ത്രമൊക്കെ പഠിച്ചു. അപ്പോ ഭഗവാൻ അങ്ങനെ പറഞ്ഞു തരും ഓരോ കാര്യങ്ങളും. അപ്പൊ നമ്മൾ ചോദിക്കും എപ്പോഴാണ് തുടങ്ങേണ്ടത്. ഓരോരുത്തരും പല വിഷമങ്ങളുമായിട്ട് അമ്പലത്തിലേക്ക് വരും. അവിടെ ഒരാചാര്യൻ ഉണ്ടെങ്കിൽ ഭഗവാനായി തന്നെ കരുതി ഭഗവാൻ പറയാ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ. എന്താ? സർവധർമാൻ പരിത്യജ്യ, നിങ്ങൾ എല്ലാ ധർമ്മങ്ങളും പരിത്യജിച്ച്, അതായത് ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ മക്കൾ മുതിർന്നു കഴിഞ്ഞു മനസ്സിനായാൽ വാനപ്രസ്ഥം സ്വീകരിക്കണം. എല്ലാ കുടുംബകാര്യങ്ങളും മക്കളെയും മരുമക്കളെയും ഏൽപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഗ്രന്ഥങ്ങൾ തുറക്കുക. നാട്ടിലേക്കൊന്നും പോകണം വരിക. അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരിക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്രം നീ സന്ദർശിക്കണം എന്ന് ആചാര്യസ്വാമി പറഞ്ഞിട്ടുണ്ട്. അതാണ് ദേവയജ്ഞം. അപ്പോ ആ ക്ഷേത്ര സന്ദർശനത്തിലൂടെ ഒരുപാട് സത്തുക്കളുമായി നമ്മൾ ബന്ധം ഉണ്ടാക്കിയെടുക്കുക. ആ സത്തുക്കളുമായി ബന്ധം ഉണ്ടാകുമ്പോൾ നാമജപ സംസ്കാരം ഉണ്ടാവും. അത് തോന്നുമ്പോൾ ഇന്ന് നമുക്ക് ഈ വിഷ്ണു സഹസ്രനാമം ഒന്ന് ചൊല്ലാതെ. സ്വാമി ഒരുപാട് തവണ പറഞ്ഞു വിഷ്ണു സഹസ്രനാമം പഠിപ്പിക്കണം, ലളിതാ സഹസ്രനാമം പഠിപ്പിക്കണം. അപ്പൊ പറയാ നീ എങ്ങനെയാ അത് പഠിക്കുക? എനിക്ക് അറിയില്ലല്ലോ, അല്ലെങ്കിൽ ഇതെന്താ? അപ്പൊ അതിനെ കുറിച്ച് അറിയുന്ന നമ്മുടെ മാതൃസമിതിയിലുള്ള ഒരാളെ വെച്ചിരുത്തി എന്ത് ചെയ്യാ? വാസനാൽ വാസുദേവസ്യ വാസിദം ഭുവനത്രയം സർവഭൂത നിവാസോസേ വാസുദേവാ നമോസ്തുതേ. വിഷ്ണു സഹസ്രനാമത്തെ മഹാഭാരത ശ്ലോകങ്ങളാ. ഈ മഹാഭാരതം മഹത്വം കൊണ്ടും ഭാരം കൊണ്ടും മഹാഭാരതം എന്ന് പേര് വന്ന ആ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. ആദ്യം ഗീത പഠിക്കണം, രണ്ടാമത് മഹാഭാരതം ഒന്ന് വായിക്കണം. കാരണം ഈ ലോകത്തിൽ സർവരും പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ നടുപ്രശ്നം. അതുപോലെ വിഷ്ണു സഹസ്രനാമം എല്ലാം ഈശ്വരന്മാരും സുഖമായ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എഴുതിയതാണ് എല്ലാ ഗ്രന്ഥങ്ങളും. പക്ഷേ വിഷ്ണു സഹസ്രനാമം വേദനിക്കുന്ന ശരീരത്തിൽ ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരൻ ഉപദേശിച്ചതാ. ചോദിക്കുക, ഇതേകം ദൈവം ഏത് ദൈവത്തെയാണ് ഞാൻ ആരാധിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഉപദേശിച്ചതാണ് വിഷ്ണു സഹസ്രനാമം. അതിവിടെ നിന്ന് ഇങ്ങനെ ജപിക്കുക. അത് വരാത്തൊരു സുഖ. അതങ്ങനെ അർത്ഥിക്കുമ്പോ നമുക്ക് മനസ്സിലാവും ഇതിലൊന്നും നമുക്ക് വേണ്ടതില്ല, നമുക്ക് എന്തേ വേണ്ടൂ, ഭഗവാനെ മാത്രം മതി. ആ ഒരു ലെവലിലേക്ക് നമ്മളെ അങ്ങോട്ട് ഉയർത്താൻ വിഷ്ണു സഹസ്രനാമത്തിന് കഴിയും. ഇപ്പൊ വൈശാഖം പറഞ്ഞു, എത്ര പേര് വിഷ്ണു സഹസ്രനാമം ജപിച്ചു എന്ന് ചോദിച്ചാ ഒന്ന് കൈ കൊണ്ടിച്ച്. അല്ല, ഇത്ര വലിയൊരു സദസ്സ വിരലിലെണ്ണാവുന്നവരേ ഉണ്ടാവും. ഇതാണ് ഹൈന്ദവരുടെ പ്രശ്നം. ഹിന്ദു ഒരു ജന്തുവായി മാറിയത് കൊണ്ടാണ് അവൻ ഗ്രന്ഥങ്ങളെ തൊട്ടില്ല. ഇത് കടന്നു കിട്ടാൻ വേണ്ടി തിരുനാവായ പൂവും ബലിയിടും. എത്ര കാലം നിങ്ങളുടെ അച്ഛനും അമ്മയും താക്കിയിട്ട് വരും ഈ ബലി കൊടുക്കാൻ? അവർക്കൊന്നും പുനർജന്മ ഇല്ലേ? നീ ജനിച്ചു പോണ്ടേ? അപ്പൊ ജനിച്ചിട്ടുണ്ടാവോ? അങ്ങനെ ഒന്ന് ചിന്തിക്കുക. അതിനൊക്കെ ഒരു കാലാവധി ഉണ്ട്. പക്ഷേ ഋഷി കടം എന്ന് പറഞ്ഞൊരു കടമുണ്ട്. ആ കടം വീട്ടാൻ നമ്മളെ എന്താ ചെയ്തേ? ഋഷീശ്വരന്മാര്, മന്ത്രദ്രഷ്ടാക്കളായ മാമുനിമാർ അവരുടെ മനനത്തിലൂടെ തപസ്സിലൂടെ അവർക്ക് കിട്ടിയ വെളിപാടാണ് ഗ്രന്ഥങ്ങളാക്കി വെച്ചിരിക്കുന്നത്. ആ ഗ്രന്ഥങ്ങൾ നമ്മളൊന്ന് തുറന്നില്ലെങ്കിൽ അവരുടെ ശാപം നമുക്ക് കിട്ടുന്ന ഋഷീശ്വരന്മാർ പറയട്ടെ, മഹാഭാവികൾ അതൊന്നും തുറക്കുന്നില്ലല്ലോ. സ്വാമിജിന്നലെ എന്താ പറഞ്ഞേ? നമുക്ക് വായനയില്ലാതെ പോയി. ഈ തോന്നൽ മാത്രമല്ലേ ഉള്ളൂ, അതിലുണ്ട് എല്ലാം. എന്ത് സംശയം ചോദിച്ചാൽ സ്വാമി ചോദിച്ചു കൃഷ്ണന്റെ 8 ഭക്തിമാരെ. അപ്പൊ ഈ സാധനം തോന്നിയപ്പോ അതിനേക്കാളും കിടക്കുന്നുണ്ട്. അത്രേ പണിയുള്ളൂ. ഇപ്പൊ എല്ലാം ഗൂഗിൾ ദൈവങ്ങളെ ആണ്. അതുകൊണ്ട് അതിൽ നോക്കിയാൽ മതി, ബുക്ക് വേണ്ടാണ് വിചാരം. പക്ഷേ നിങ്ങളൊരു മന്ത്രം ജപിക്കുമ്പോ എന്താ മന്ത്രം? മനനേന പ്രായതേ ഇതി മന്ത്ര. മനനം ചെയ്യും തോറും നമ്മുടെ
ആത്മാവിനെ ഉയർത്താൻ കഴിവുള്ളതാണ് മന്ത്രങ്ങൾ. അപ്പൊ മന്ത്രം ജപിക്കണ്ടേ? ഇത്രയ്ക്ക് മന്ത്രമൊന്നും അറിയില്ല. ഓം നമഃ ശിവായ. ഇത് വേദമന്ത്ര. യജുർവേദത്തിലെ ശ്രീ രുദ്രചക്രം സ്തോത്രം എടുത്തു നോക്കൂ. അത് ഭാവേന ജപിക്കാനുള്ള മന്ത്ര. ശിവോപാസന മന്ത്രങ്ങൾ എന്ന് പറഞ്ഞ് വേദത്തിൽ മന്ത്രങ്ങൾ കിടക്കുന്നുണ്ട്. ഓം നമഃ ശിവായ അമ്മ കുട്ടിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന മന്ത്രമാണ് ഓം നമഃ ശിവായ. കാരണം തന്ത്രവിധി പ്രകാരം ഏറ്റവും ഉയരത്തിലിരിക്കുന്നത് മഹാദേവനാണ്. ഈ മഹാദേവനെ ഏറ്റവും ഉയരത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ മുക്കാൽ പ്രദക്ഷിണ നമ്മൾ വെക്കാറുള്ളൂ. കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ പ്രദക്ഷിണം വെച്ച് അങ്ങനെ വരുമ്പോ നമ്മുടെ കുണ്ടലിനി ശക്തി, നമ്മുടെ ജീവൻ ഉയർന്ന് ഉയർന്ന് സഹസ്രാര പത്മത്തിലേക്ക് എത്തും. ഇത് മുക്കാൽ പ്രദക്ഷിണ ആവുമ്പോഴേക്കും മഹാദേവന്റെ ക്ഷേത്രത്തിൽ പൂർത്തിയാവും. അപ്പൊ തിരിച്ച് പ്രദക്ഷിണം വെക്കാനാ ശുക്ലം കൂട്ടി മരിക്കുന്ന പറയും. അപ്പൊ അങ്ങ് പലവേദന, ഛർദി, പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇവിടെ മഹാദേവ ക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്യാറില്ലേ? ഒരു പ്രദക്ഷിണവും വേണ്ടാത്ത ക്ഷേത്രങ്ങളുണ്ട്. എന്താ ക്ഷേത്രം? സംശയമായില്ലേ? പാമ്പും കാവിൽ പ്രദക്ഷിണം വെക്കരുത് എന്നാ പറയാ. മയൂർ ചെന്ന പണ്ടൊക്കെ പ്രദക്ഷിണം ആൾക്കാർ വെച്ചിരുന്നു. ഇപ്പൊ വിവരമുള്ള ആരോ അവിടെ ചെന്നു. കാരണം അത്രയും ശക്തിയാ പാമ്പും കാവിന്. ഒറ്റ പ്രദക്ഷിണം ഒറ്റാർക്ക ഗണപതിക്ക്, 2 പ്രദക്ഷിണം സൂര്യക്ഷേത്രങ്ങൾക്ക്, 3 മഹാദേവന്, 4 വിഷ്ണുവിനും ഭഗവതിക്കും, 5 അയ്യപ്പന്, 6 അറുമുഖന്, 7 അയാൾ വൃക്ഷത്തിന്. ഒരു അക്ഷരം ഓങ്കാരം മാത്രം ജപിച്ചുകൊണ്ട് മോക്ഷം നേടിയ ഈശ്വരന്മാർ നമുക്കുണ്ട്. അപ്പൊ ഇതൊന്നും അറിയില്ലെങ്കിൽ എന്ത് മതി? ഓം എന്ന് ജപിക്കുക. ഈ ഓങ്കാരം ജപിക്കുന്നതിന് ഒരുപാട് തത്വങ്ങളുണ്ട് കേട്ടോ. ഈ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് വേദങ്ങൾ എങ്ങനെ ഉണ്ടായത് എന്ന് ശൗനകാദികൾ ഭൂതപൗരാണികളോട് ചോദിക്കുക. അപ്പൊ സ്വാമിജി പറഞ്ഞോന്നറിയില്ല, ഗംഭീരാഭാവന്മാരും പറയാറില്ല. അത്രയും പറയാനുള്ളതുകൊണ്ട് അപ്പോ പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് ബ്രഹ്മദേവൻ ഉള്ളിലേക്ക് നോക്കി. നമ്മളും ഉള്ളിലേക്ക് നോക്കൂ ഇല്ലേ? എപ്പോഴാണ് അമ്പലത്തിൽ ചെന്ന കാണുന്നവരൊറ്റ അടക്കല. അത്ര നേരം ക്യൂ നിന്ന് 4 മണിക്കൂർ നിന്നിട്ടാവും. മൂലന്റെ ഒറ്റ അടക്കല. പിന്നെ പിന്നാടെ ചെന്ന് ഇതിന്റെ ഉള്ളിലാണ് ശ്രീലകത്തല്ലാന്ന് ഭഗവാൻ പറഞ്ഞു തരാ. അപ്പോ ബ്രഹ്മദേവൻ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത്ര എന്താ? ഓങ്കാരം. അപ്പോ ആ ശബ്ദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഓങ്കാരത്തിന് 64 അർത്ഥങ്ങളും 64 വ്യാഖ്യാനങ്ങളും ഉണ്ട്. ആ ഊമ, അതായത് നമ്മൾ ചുണ്ട് ചേർന്ന് വരണം ഓങ്കാരം ജപിക്കുമ്പോ. ആ എന്ന അക്ഷരത്തിൽ തുടങ്ങി ചുണ്ട് ചേർന്ന് വരണം. ആ ഓ എന്ന് പറയുമ്പോ ചുണ്ട് ചേരണ്ടേ. അങ്ങനെ ഓങ്കാരം മാത്രം ജപിച്ചാൽ മതി. എനിക്കൊന്നും അറിയില്ല ടീച്ചറെ, പ്രശ്നം തീർന്നില്ലേ? ഈ ഓങ്കാരം അങ്ങനെ ജപിച്ച് തുടർന്ന് അങ്ങനെ ഇരിക്കുക. ഭഗവാൻ മുമ്പിൽ അങ്ങനെ തെളിയും. അങ്ങനെ തന്റെ ശിഷ്യന്മാരായ മക്കളായ മാമുനിമാർക്ക് ഈ ഓങ്കാരത്തെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുക്കുക ബ്രഹ്മദേവൻ. അങ്ങനെയാണ് വേദങ്ങളുടെ സൃഷ്ടി എന്ന് പറയുന്നുണ്ട്. അത് വേദത്തിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാ. ഇനി മഹാഭാരതത്തിൽ കുന്തി മാതാവിനെ കുറിച്ച് പറഞ്ഞു. കുന്തി എന്താ പറഞ്ഞത് ഭാഗവതത്തില്? കൃഷ്ണ, എനിക്ക് പ്രയാസങ്ങൾ, ദുരിതങ്ങൾ കരണേട്ടോ ചോദിച്ചുത്രേ. എന്താ അമ്മയെ അങ്ങനെ പ്രാർത്ഥിച്ചേന്ന് കൃഷ്ണൻ. ഇപ്പൊ പറയാ, അല്ലെങ്കിൽ ഞാൻ കൃഷ്ണ അമ്മയെ മറന്നു പോവില്ലേന്ന്. ഇപ്പോഴും ഈ സദസ്സിൽ ഇരിക്കുന്നവര് പല പ്രശ്നങ്ങളുള്ളവരാ. നല്ല പൈസ ഉള്ള വലിയ വലിയ ആൾക്കാരൊന്നും ഇരിക്കില്ല. ഉറപ്പാ, വളരെ റയർ കേസാവും. അല്ലെങ്കിൽ അത്ര ആത്മീയതയിൽ ഉയരണം. പണം പോലെ തന്നെ അവരുടെ ഭക്തിയും വളർന്നിട്ടുണ്ടാവണം. ഇനി ഏറ്റവും താഴെ കിടക്കുന്ന ഒരു കൂട്ടരുണ്ട്. ലൗകികാനന്ദ വിഷയം മാത്രം മതി. അതിലങ്ങനെ കടന്ന് ഗൃഹാന്തരൂപേ പതിവോ യഥാ പശു ഭാഗവതം പറയുന്നത്. പശുവിനെ കുറ്റിയടിച്ച് അവിടെ കെട്ടിട്ട് അങ്ങനെ കടന്നു കളയും. സ്ത്രീകളായ നിങ്ങൾ ഇത്ര ഈ 7 ദിവസം മുമ്പ് എന്താ ചെയ്തിരുന്നത്? വൈശാഖമൊക്കെയാണ്. രാവിലെ നോട്ടാ നേരെ കുളി കഴിഞ്ഞാൽ പൂജാമുറി, അത് കഴിഞ്ഞാൽ അടുക്കള, വർക്കേരിയ, നേരെ സിറ്റൗട്ട്, ബെഡ്റൂം, ഇങ്ങനെ തിരികല്ലേ. ഈ കുറ്റിയിൽ കെട്ടിയിട്ട പശുവിനെ പോലെ ഇങ്ങനെ കടന്നു തിരിയും. അവരിവിടെ വന്നിരിക്കില്ല. ഇങ്ങനെ വന്നിരുന്ന കാരണം കലികാലത്തിൽ നാമജപം, സത്സംഗം മാത്രം മതി. ബുദ്ധനോട് എന്താ പറഞ്ഞ്? എല്ലാ പുണ്യമായ കാര്യങ്ങളും ചെയ്താലും സത്സംഗമില്ലാതെ എന്നെ പ്രാപിക്കാൻ കഴിയില്ല. ഇത്ര വലിയൊരു കമ്മിറ്റി നിങ്ങൾക്ക് വേണ്ടി ഇത്ര വലിയ ഒരു സൗകര്യം ചെയ്തിട്ട് ഇവിടെ വന്നിരുന്നത് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടല്ലേ? ഉപനിഷത്തുക്കൾ എന്താ പറയുന്നത്? മഹതോ വിനഷ്ടി, മഹത്തുക്കളെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. വേദം പറയുന്നുണ്ട്, വിശ്വ അമൃതസ്യ പുത്ര, ഹേ അമൃതത്വത്തിന്റെ
തരും, ഭക്ഷണം തരും, താമസ സൗകര്യം തരും, ഇവിടെ ഇരിക്കാൻ ഫാനിട്ട് തരും, ഇവിടെ എല്ലാം തരുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇരുന്നത് കേൾക്കില്ല. ആര് പറയുന്നു എന്നുള്ളതല്ല, എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. അതാണ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കിട്ടുന്നുണ്ടോ. ഒരു പ്രഭാഷണം കേട്ടാൽ നിങ്ങൾക്ക് ഒരു കാര്യമെങ്കിലും കിട്ടണം, മനസ്സിലാവണം, ജീവിതത്തിൽ ഒരു മാറ്റം വരണം. കാരണം ഇതിങ്ങനെ കേട്ട് കേട്ട് മനസ്സിലാക്കണം. ആദ്യം അറിവ് നേടണം. അറിവാണ് ഭക്തി, അറിവാണ് ഈശ്വരൻ. ഭാഗവതം പറയുന്നുണ്ട്. ഈ അറിവ് നേടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ സുഹൃത്ത. ആപത്തിൽ നിന്റെ ഏറ്റവും വലിയ സുഹൃത്താര് എന്ന് ലക്ഷ്യൻ ചോദിക്കുന്നുണ്ട് ധർമ്മപുത്രയോട്. ഇപ്പൊ പറയുന്നുണ്ട് എന്റെ ധൈര്യം, ഞാൻ നേടിയ ധൈര്യം, ഏറ്റവും വേഗതയുള്ള വാഹനം ഏത് എന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സ്, നിങ്ങൾ ഗുരുവായൂരെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ആ നടയിൽ എത്തിയില്ലേ? ആ കൊണ കൊടുത്ത് എണ്ണയിൽ പിടിച്ചു നിൽക്കുന്ന കൃഷ്ണനെ കണ്ടില്ലേ? ഇതാണ് മനസ്സ് അത്രയും ശ്രീവില സഞ്ചരിക്കുന്നത്. ഇങ്ങനെ ആപത്തിൽ ഏറ്റവും വലിയ സുഹൃത്ത് നമ്മുടെ ധൈര്യം, നമ്മുടെ അറിവാണ് ഏറ്റവും വലിയ കൂട്ടുകാരൻ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലേ, പക്ഷേ ഞാൻ നേടിയ അറിവാണ് എന്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അറിവാണ് ഭക്തി, അറിവാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കി നമ്മൾ അങ്ങോട്ട് ഉയരണം. ഹിന്ദി മാതാവ് പറഞ്ഞതുപോലെ എനിക്ക് ദുരിതങ്ങൾ ഉണ്ടായിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു, 1.25 മണിക്കൂറായിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്ക് കാലുവേദന ഉള്ളവരുണ്ടാവും, തണ്ടൽവേദന ഉള്ളവരുണ്ടാവും, അതിനൊപ്പം മാനസികമായ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാവും, അസുഖങ്ങൾ ഉള്ളവരുണ്ടാവും. പക്ഷെ എല്ലാ വേദനകളെയും നിങ്ങൾ മറന്നില്ലേ? ഇതിൽ തന്നെ നിങ്ങൾ ലയിച്ചിരുന്നില്ലേ? അതാണ് സത്സംഗത്തിന്റെ മഹിമ, സത്സംഗത്തിന്റെ നിസ്സംഗത്വം. അതേ സ്വാമി പറഞ്ഞത്. ആ സത്സംഗത്തിലൂടെ നിങ്ങൾ ഈശ്വരനായി മാറി ഭാവം സ്മരൻ, ആ ഒരു ഭാവത്തിലേക്ക് ഉയർന്നു. അതുകൊണ്ടാണ് കുന്തി മാതാവ് പറഞ്ഞത്, ഈ വേദനയും വിഷമമൊക്കെ ഉണ്ടായിക്കോട്ടെ കൃഷ്ണ, അതിന് ഞാൻ അങ്ങനെ മറക്കും, എല്ലാവർക്കും സുഖമായ ഇവിടെ സ്വർഗ്ഗാവില്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും ആഗ്രഹം എന്താ? എനിക്ക് സുഖം നേടണം. എന്താ ഈ സുഖം? ശരീരം. നമ്മുടെ ശരീരം ആദ്യം ഒരു ധർമ്മസാധനം. ഈ ശരീരം ഇല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോ ഈ ശരീരത്തിൽ വേദന ഇല്ലാതിരിക്കുക. വേദന ഇല്ലാത്ത ഒരു ശരീരം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സുഖം. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഒരു വേദന ഉണ്ടെങ്കിൽ എന്താ അവസ്ഥ? ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റുമോ? ഇന്ന ആള് നിർദ്ദേശിച്ചു കൊടുത്തിട്ട് ഒരു സമാധാന സുഖം ഉണ്ടാവുമോ? വേദനയൊന്നും ഇല്ല, അങ്ങനെ ശമനം വഴിയിരിക്കുക. കൃഷ്ണനെ കുറിച്ച് കണ്ണും അടച്ച് ഭഗവാനെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ പറയാ. അതിനുമായിട്ട് ആ മുരുകൻ അനുഗ്രഹിച്ച് ധാരധാരയായി കഥകൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായി വരിക. എന്നതിന്റെ കഥയും പറഞ്ഞു. കഥകളിലൊന്നും അല്ല, തത്വങ്ങളിലാ. മഹാഭാരതം വായിക്കണം എന്ന് പറയാൻ അതാ കാരണം. മുത്തുകളും പവിഴങ്ങളും തത്വങ്ങളുടെ കുമ്പാരമാണ് ഭാരതം. ഈ അതും കഴിഞ്ഞാലോ ഒരു കറക്റ്റ് പറയുന്നുണ്ട്, ദൈവം എന്നിയെ ബലം നാട്ടി എന്തൊക്കെ ചെയ്താലും ഭഗവാന്റെ ഒരു സഹായം ഇല്ലേ, ഒരു ബലവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് 3ാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം ഗംഗയിലൊന്ന് അങ്ങോട്ട് കുളിക്കണം. കാരണം ആ പുണ്യതീർത്ഥം മഹാദേവൻ തിരുജടയിലേക്ക് വാങ്ങി നമ്മുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നമ്മുടെ നാഷണൽ റിവർ എന്നറിയപ്പെടുന്നു. ആ ഗംഗാ തീർത്ഥത്തിൽ ഒന്നങ്ങോട്ട് മുങ്ങി നിവർന്ന് ഹിമാലയം സന്ദർശിക്കണം. അവിടെ 4 ഗ്രാമങ്ങളുണ്ട്, അവിടെ തൊഴണം. 4ാമത്തെ കാര്യം. 5ാമതായി ഭാഗവതം കേൾക്കണം. ഭാഗവതം കേട്ടാൽ എന്താ കാര്യം? മോക്ഷം കിട്ടുന്ന. എത്ര ആൾക്ക് മോക്ഷം കിട്ടി? മരിച്ചുപോയോന്നല്ല, മോഹക്ഷയം വന്നു. ഞാൻ ഇന്നലെ വരെ പപ്പടം കൂട്ടിയിരുന്നു, നാളെ വരെ കൂട്ടലില്ല. എന്താ ഒരാകെ എണ്ണയും കാരമാണ്. ആ ശരീരത്തിന് അപകടം. കാശി പോയ ഒന്നും കേട്ടിട്ടില്ലേ? ഇതൊന്നും ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു മാനസികമായ ഉയർച്ച. സ്വാമിജി ഇന്നലെ അവിടുന്ന് പറഞ്ഞതിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. എനിക്ക് കഞ്ഞിയായാലും കുഴപ്പമില്ല. സ്വാമി രാവിലെ കഞ്ഞിയെ കുടിച്ചിരുന്നത്. പക്ഷെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതം, പണ്ട് ചെറുപ്പാവുമ്പോ സ്വാമി എറണാകുളത്തപ്പന്റെ മുന്നിൽ ഇതുപോലെ ഇരുന്ന് പറയുന്നത് ഞാൻ അങ്ങനെ കേട്ട് അന്ന് മുതൽ എനിക്കൊരു ആരാധന സ്വാമിജിയുടെ പ്രഭാഷണം. വൈലങ്കോട് അമ്പലത്തിൽ സ്വാമി വന്നപ്പോൾ ഞാൻ അടക്കി വീട്ടിലേക്കായിട്ട് പോയി ഒരു ഗുരുദക്ഷിണ വെക്കണം. ഞാൻ കുറെ ക്ലാസ് കേട്ടതാ, പറ്റിയില്ല. സ്വാമി ഇറങ്ങി വേഗം പോയി. ഇന്നലെ നേരിട്ട് കണ്ട് സംസാരിച്ച് ദക്ഷിണ വയ്ക്കാന് ഒരനുഗ്രഹം കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. അപ്പോഴാണ് സ്വാമി വീണ്ടും ഇങ്ങനെ റൂമിലേക്ക് വിളിപ്പിക്കുന്നത്. നാളെ എനിക്ക് നേരത്തെ പോണം ടീച്ചറെ, ഒരു പ്രഭാഷണം ചെയ്യുമോ? ഇതിനും വലിയ ഒരാനന്ദം എനിക്ക് ഇല്ലായിരുന്നു. കാരണം സത്തുക്കളുമായി സംഘം ഉണ്ടാവുക. ഒരു മഹാത്മാവ് മറ്റൊരു മഹാത്മാവിനെ കാണുമ്പോൾ തിരിച്ചറിയാം. നാരായണീയത്തിൽ പറയുന്നുണ്ട്, ശ്രീ പരമേശ്വരൻ
ഋഷികൾക്ക് ഉപദേശം കൊടുക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് ചെന്നു എന്ന്. മഹാദേവന അങ്ങോട്ട് ചെന്ന് കാണേണ്ട ആവശ്യമില്ല. പക്ഷേ മഹാബലിയുടെ കാവൽക്കാരനായി പാതാളത്തിൽ ഇപ്പോഴും കൃഷ്ണൻ അങ്ങനെ നിൽക്കുന്നു. ഭക്തിക്ക് മുന്നിൽ, ഭക്തന്മാർക്ക് മുന്നിൽ ഭഗവാൻ എത്ര താഴാൻ തയ്യാറാണെന്ന് നോക്കൂ. അവിടെയാണ് മഹാത്മാവിനെ കാണുമ്പോൾ മറ്റൊരു മഹാത്മാവ് തിരിച്ചറിയുന്നത്, ഭക്തനെ കാണുമ്പോൾ ഒരു ഭക്തൻ തിരിച്ചറിയുന്നത്. അവരുടെ മുന്നിൽ ഇരുന്ന് അങ്ങനെ കേൾക്കാം. അതുവരെ വലിയൊരു പെരുമഴ നിങ്ങൾ കേട്ടുപോയത് അല്ലേ? എന്നിട്ടും ഇത്രയും പേര് ഇവിടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് കാണുമ്പോൾ ഈ വൈശാഖ മഹാത്മ്യത്തിന്റെ പുണ്യം നിങ്ങളിൽ അങ്ങനെ നിറഞ്ഞൊഴുക. ഇതങ്ങനെ കേട്ടിരിക്കുമ്പോ ആ ഒരു ചിന്തയും ഉണ്ടാവില്ല. നമ്മുടെ ചുറ്റുപാടും നോക്കൂ, ചിന്തയും ദുഃഖവും ഇല്ലാത്ത രണ്ട് കൂട്ടരാണുള്ളത്. ഒന്ന് മഹാത്മാക്കൾ, മറ്റൊന്ന് കൊച്ചുകുട്ടികൾ. അവർക്ക് കരിക്കട്ട കിട്ടിയാലും സ്വർണം കിട്ടിയാലും ഒരുപോലെ. പിന്നൊരു കൂട്ടരുണ്ട്, ന്യായം നോക്കണ്ട, ജ്ഞാനവൃദ്ധർ എന്ന് പറയും. ജ്ഞാനത്തിൽ അവർ ഭയങ്കര വൃദ്ധന്മാരായിരിക്കും. പക്ഷെ അവരെ കണ്ട ചിലപ്പോൾ അവർ ഭയമൊന്നും ഉണ്ടാവില്ല. ഏതായാലും ഇങ്ങനെ അവസരം തന്നു. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഭക്ഷണത്തിന് സമയം അതിക്രമിച്ചതുകൊണ്ട് പലരും ഞാൻ പോകാനുള്ള ഭാവത്തിലാണ്. ഇനി തുടരണോ? എന്തെങ്കിലും ഇനി അറിയണം എന്ന് ആഗ്രഹമുണ്ടോ? അതോ നിർത്തട്ടെ? എന്തെങ്കിലും സംശയമുണ്ടോ? സ്വാമിജി എല്ലാ സംശയം തീർക്കുണ്ടാവും. എങ്കിലും ഇതുവരെ പറഞ്ഞു വന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? നാരായണീയം കേൾക്കണമെന്നുണ്ടോ? നാരായണീയത്തിലെ 2 ശ്ലോകം കൂടി പറയാം. കാരണം ഈ ലോകം മുഴുവൻ ഇപ്പൊ നാരായണീയത്തിന്റെ പറയാ. കാരണം എന്താണോ? അതൊരു ഔഷധ. ഇന്നലെ വരെ നിങ്ങൾ 7 ദിവസം ഇരുന്ന് കേട്ടില്ലേ ഭാഗവതം? ആ ഭാഗവതത്തെ നാരായണ ഭട്ടതിരിപ്പാട് ആറ്റി കുറുക്കി കഷായം പോലെ ഒരു 1036 ശ്ലോകങ്ങളിലേക്കാക്കി. ഈ 1036 ശ്ലോകങ്ങൾ ലോകം മുഴുവൻ ഇപ്പോ അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. കാരണം ഭട്ടതിരിപ്പാട് നാരായണീയം ഗുരുവായൂർ രചിച്ച സ്ഥലം നമുക്ക് കാണാം. അവിടെ ഇരുന്ന് അത് രചിച്ചപ്പോ വാദം മാറാൻ പ്രയാസം. അപ്പോ ആ വാദം മാറ്റാനുള്ള കഴിവ് ശ്ലോകങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാനും ഒരു ദശകം ഒരു ദിവസം വായിച്ചങ്ങോട്ട് സമർപ്പിക്കട്ടെ. അതാണ് ഇപ്പൊ ലോകം വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും നാരായണീയത്തിന്റെ പുറകെ. നരൻ രചിച്ചതാണ് നാരായണീയം. ഇതെല്ലാം മാമുനിമാര്, മന്ത്രദ്രഷ്ടാക്കളായ മാമുനിമാര് രചിച്ചതാ. പക്ഷേ ഇത് കേവലം ഭട്ടതിരിപ്പാട് നമ്മുടെ ഒപ്പം ജീവിച്ച 400 വർഷം മുൻപുള്ള ഭട്ടതിരിപ്പാട് രചിച്ചതാ. നരൻ രചിച്ച ആ നാരായണീയത്തിലെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അതിന് എന്താ പറയാ? ഭാഗ്യം ജനാനാം. എവിടെയാ? ഗുരുഭവനപുരേ, കൃഷ്ണന്റെ നാട്ടിൽ, ഈ ഭാരതത്തിൽ നമ്മൾ ജനിച്ചത് തന്നെ മഹാഭാഗ്യമല്ലേ എന്ന് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് സ്വന്തമായിരുന്നു നമുക്ക് വിലയില്ല അല്ലെ? എത്ര വിവരമുള്ള ആളാണെങ്കിലും കൂടെ ജീവിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില. കണ്ടു പോകുമ്പോ എന്ന് പറയുകയെ മുത്തശ്ശി. അതാണ് അവസ്ഥ. നമുക്ക് കിട്ടിയ ഗ്രന്ഥങ്ങളെ വില നമ്മൾ തിരിച്ചറിയണം. അതിന്റെ പവർ. പലരും വിളിക്കും ഇത്രേ ബുദ്ധിമുട്ടാട്ടോ, ഒരു പ്രശ്നമുണ്ട്. അപ്പോ ഞാൻ പറയും, ഒരു 21 ദിവസം എന്നും രാവിലെ 7 മണിക്ക് നിങ്ങൾ സഹസ്രനാമം ഒന്ന് ജപിച്ചോളൂ. അപ്പൊ പറയും, അയ്യോ സഹസ്രനാമം ഒന്നും അറിയില്ല. ഹൈന്ദവനായിട്ട് നമ്മുടെ സഹസ്രനാമം അറിയില്ല എന്ന് പറഞ്ഞാൽ ലജ്ജിക്കണ്ടേ നമ്മള്? സാരമില്ല. അപ്പോഴും ഞാനോട് നെഗറ്റീവ് കൊടുക്കാറില്ല. സാരമില്ല, ഏത് ഗ്രന്ഥം അറിയാത്ത അർത്ഥം എടുത്ത് ജപിച്ചോളൂ. അപ്പൊ ഗീത പഠിക്കാൻ തുടങ്ങി. ഒരു 21 ശ്ലോകം ഞാൻ പഠിച്ചു. മതി, 21 ശ്ലോകം ചൊല്ലിക്കോളൂ. 15 ദിവസമായപ്പോൾ അവരവരുടെ കാര്യം സാധിച്ചു. അപ്പോ ലക്ഷക്കണക്കിന് രൂപയുടെ വഴിപാടുകൾക്കും അപ്പുറം ഒരു ശക്തി ക്ഷേത്രകമിതികാരൻ ഓടിക്ക് അവരെ പറഞ്ഞ. പക്ഷെ വഴിപാട് എന്താണെന്നുള്ളത് അറിയാത്തല്ല ഈ ഗ്രന്ഥങ്ങളുടെ ശ്ലോകങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നാരായണീയം ഒരു ദശകമെങ്കിലും ഒരു ദിവസം വായിച്ച് സമർപ്പിക്കണം. മറ്റൊന്ന്, നാരായണീയത്തിലൂടെ പോകുമ്പോ 6ാമത്തെ ദശകം എത്തുമ്പോ ഭഗവാനെ ഈ ഭൂമി മൊത്തം അങ്ങോട്ട് ഒന്നങ്ങോട്ട് സിംബോളൈസ് ചെയ്യാം. അതായത് ഒരുപാട് പറയാം, ഏവം ചതുർദശജന്മയതാംഗതസ്യ പാതാളമീശതവ പാദതലം വദന്തി. അങ്ങയുടെ കാലുകൾ പാതാളമല്ലേ എന്നും പറഞ്ഞ ഗ്രന്ഥം ആ ദശകം അവസാനിപ്പിക്കുമ്പോ പറയാം, ഈ ദൃജന്മയ കർമാവസാന സമയേ സ്മരണീയമാകൂ. കസ്യാന്തരാൽ
രചിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ദശകാണോ അങ്ങനെ അസുഖം ബാധി അധികമായി, വാദത്തിന്റെ അസ്ഥിരത കൂടി. അപ്പോഴാണ് അങ്ങനെ പറയാൻ തുടങ്ങി. ഓരോ ദശകൊണ്ടിന് അങ്ങനെയാ സമർപ്പിക്കുക. അതെന്താ പറഞ്ഞു? ഈ ജഗന്മയവു ഭഗവാനെ കൃഷ്ണ കർമാവസാന സമയം ഓരോ കർമ്മങ്ങളും പല കർമ്മങ്ങൾ ചെയ്യുന്നവർ അവിടെ ഇരിക്കുന്നത് സാധാരണക്കാരുണ്ടാവും. അവരുടെ കൂടെ ആ ഭഗവാൻ കൂടുതലും അടിച്ചു തളി ചെയ്യുന്ന സ്ത്രീയെ ഭഗവാൻ ഏറ്റവും ഇഷ്ടം. കാരണം എന്താണോ, ഇവരെ അടിച്ചു കളിച്ചാൽ ചെയ്യുന്നത് വരൂ. അപ്പോ ആരെ ഉയർന്നു നിൽക്കണേ? ഭഗവാന് വേണ്ടി സേവ ചെയ്യുന്നത്. അപ്പോ ഈ ശരീരം ഇതിരുന്ന് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും കൃഷ്ണ അത് അങ്ങേക്ക് സമർപ്പണമായി ചെയ്യാൻ തോന്നിപ്പിക്കണമേ. ഹേ വാതാലയാദിവ. അപ്പോഴാണ് അമ്മാവസാനം മരിക്കുമ്പോ തന്നെ മരിക്കുമ്പോ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അനായാസേന മരണം വിനാദന്യേന ജീവനം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം. ഹേ കൃഷ്ണ ദേഹാന്തേ തവ സാന്നിധ്യം അനായാസേന മരണം. പെട്ടെന്ന് ധരിച്ച് ഒരു ഹോസ്പിറ്റലാണ് സന്ദർശിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇങ്ങനെ ഇരുന്നത് പറഞ്ഞാലുള്ള ഗുണം. ഇങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞിരുന്നില്ലേ ആ പ്രഭാഷണ വേദിയിൽ തന്നെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ കൃഷ്ണ എന്ന് വിളിച്ച് ഇവിടെ തന്നെ അങ്ങനെ തീർന്നാൽ അതിനും വലിയൊരു പുണ്യം തീരുക. കുറേ വർഷങ്ങൾ ജീവിക്കുന്നത് കൊണ്ടല്ല, 36 വയസ്സ് വരെ മാത്രമാണ് സ്വാമി വിവേകാനന്ദൻ ജീവിച്ച്. ഉപനിഷത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വാരി വിതറിക്കൊണ്ട് ലോകം മുഴുവൻ ശ്രീരാമകൃഷ്ണ സ്വാമി ഒരു വിളക്കേ കത്തിച്ചു വെച്ചോളൂ. സ്വാമി വിവേകാനന്ദൻ അതിൽ നിന്നൊരു പന്തം കൊളുത്തി ഈ ലോകത്ത് മുഴുവൻ അത് പച്ചിത്തെറിപ്പിച്ചു. അതീപുരികൾ ഈ ഉപനിഷത്തിലൂടെ നിങ്ങൾ കേവലം 12 ഉപനിഷത്ത് വേണ്ട, ദശോപനിഷത്ത്, ആ 10 ഉപനിഷത്തെങ്കിലും വാങ്ങിച്ചു വായിക്കണം. കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളാണ്. അച്ഛനേ ഉള്ളൂ. ഇവിടെ എന്തായിരുന്നു 108 അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചെറുതായാലും മതി. അതിലെ ഓരോ ഉപനിഷത്ത് വചനങ്ങളും എടുത്തു വെച്ച വേദാന്തം എന്ന് പറഞ്ഞ വേദത്തിൽ 2 ഭാഗങ്ങളാണ്. കർമ്മകാന്ഡം എന്ന് പറഞ്ഞ യാഗങ്ങളും കർമ്മങ്ങളും സുഖിച്ച് ജീവിക്കാനുള്ളതാണ്. പക്ഷേ ജ്ഞാനകാന്ഡം എന്നുള്ളതാണ് ഈ ഉപനിഷത്തുക്കൾ. ആ 10 ഉപനിഷത്തുക്കൾ വായിക്കുമ്പോഴാണ് തൈത്തിരീയോപനിഷത്ത്. ഇന്നലെ ഇവിടെ സ്വാമിജി പറഞ്ഞില്ലേ, നമ്മള് കുട്ടികളോട് പറയണം മറ്റു ചവിട്ടരുതെന്ന് മുത്തശ്ശി പറയില്ലേ. മുത്തശ്ശി ഉപനിഷത്ത് പഠിച്ചിട്ടൊന്നുമല്ല, പക്ഷെ അവർക്കത് അറിയാം. അവരെ കുട്ടികൾ അത് പറഞ്ഞു പഠിപ്പിച്ചു. നമ്മുടെ കുട്ടികൾ എന്താ ചെയ്യുന്നത്? ആ തൈത്തിരീയോപനിഷത്തിലെ അവസാനം ഒരു ഭാഗമുണ്ട്. അത് നമുക്ക് എല്ലാം അറിയാം, പക്ഷെ അത് തൈത്തിരീയാന്ന് അറിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ബ്രഹ്മചര്യം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയാക്കും അല്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയാക്കും കുട്ടികളെ. ആ സമയത്ത് കുട്ടികൾക്ക് ഒരു ഉപദേശം കൊടുക്കും ആചാര്യൻ. എന്താ പറയാറിയോ? ഈ തൈത്തിരീയോപനിഷത്തിലെ ഒരു മന്ത്ര നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാ. സത്യം വദ ധർമ്മം ചര ഗുരുജനാന്നമാ സ്വാധ്യായ പ്രമദ. സത്യം വദ ധർമ്മപുത്ര, സത്യം മാത്രമേ നീ പറയാവൂ. സത്യത്തിന് എന്നും 16. ഒരു കള്ളം പറഞ്ഞാൽ അത് സത്യമാക്കാൻ 100 കളവ് പറയേണ്ടി വരും. ധർമ്മം ചര, നീ ധർമ്മത്തിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ എന്ന് പറഞ്ഞില്ല ധർമ്മത്തെ കുറിച്ച്. പിന്നെ സ്വാധ്യായ പ്രമദ, അതാണ് പ്രധാനം. സ്വാധ്യായം ചെയ്യണം. ഭഗവാനെ ഉദ്ധവൻ ചോദിക്കുന്നുണ്ട്, കൃഷ്ണ എനിക്കൊരു ഗുരു ഇല്ലാലോ, ഗുരു ഇല്ലെങ്കിൽ വിഷമിക്കണ്ടെന്ന് ഭഗവാൻ പറയാ. പിന്നെ എന്തേ വേണ്ടു? ജിജ്ഞാസവും വിചാരശീലനുമായ ഒരു വ്യക്തിക്ക് താൻ തന്നെയാണ് ഗുരുനാഥൻ. എന്തേ വേണ്ടു? ആഗ്രഹം തയ്യാ മതി. ഒരു ഗ്രന്ഥം ഇവിടെ തുറന്നു വെക്കുക. പിന്നെ ഇഷ്ടം പോലെ മീഡിയ സോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോ അതിൽ ആ ഒരു ശ്ലോകം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിദേവോ ഭവ. ഇപ്പൊ എന്താ മാതൃദേവോ ഭവ? തവരൂര് നോക്കൂ, വൃദ്ധസദനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ്. പിതൃദേവോ ഭവ, അച്ഛനോട് പോടാന്ന് പറയുന്ന ഒരു ജനറേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ പുസ്തകമാണ് അവർ പറയുന്നത്. മറ്റൊന്ന് ആചാര്യദേവോ ഭവ, ഗുരുക്കന്മാരെ. ആചാര്യനും ഗുരു ഇപ്പൊ തമ്മിൽ വ്യത്യാസം കേട്ടോ. മാഷു എന്ന് പറയുന്നത് ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചരിക്കുന്നവനാണ്. അദ്ദേഹം പഠിച്ച് പ്രചരിച്ചോണ്ടേ ഇരിക്കണം ഈ കാര്യം, എങ്കിലേ ആചാര്യനാവും. ഇനി അതിഥിദേവോ ഭവ. ഇപ്പോഴത്തെ കുട്ടികൾ നമ്മുടെ വീട്ടുകളിൽ അതിഥി വന്നാൽ എന്താ ചെയ്യുന്നത്? റൂമെന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ? അതാണ് അവസ്ഥ. ഇതൊക്കെ തൈത്തിരീയം പറയുന്നതാ. ഈ ഉപദേശം പണ്ട് കൊടുത്തിരുന്നു, ഇപ്പൊ കൊടുക്കുന്നില്ല. അതാണ് അവസ്ഥ. ഇനി ഒരു സംശയം കൂടിയുണ്ട്. 1:30 മണിയായി, ഇവിടെ 2 മണിയല്ലേ കണക്ക്. ഒരു സംശയം വന്നിട്ടുണ്ട്. ബലിതർപ്പണം
എന്താണ് എന്നുള്ളത് ആദ്യം പറയാം. നമ്മൾ പഞ്ചമഹായജ്ഞങ്ങൾ കേട്ടിട്ടുണ്ടോ? പഞ്ചമഹായജ്ഞങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ എന്താണ് അത്ര വലിയൊരു സാധനം എന്ന് വിചാരിക്കേണ്ട. നമ്മൾ ദിവസം ചെയ്യുന്നതാണ്. രാവിലെ നമ്മൾ വീട്ടാൻ വിളിച്ചിട്ട് വിളക്ക് വെക്കുന്നില്ലേ വീട്ടില്? ബ്രഹ്മയജ്ഞം, ഗ്രന്ഥപാരായണം ചെയ്യുന്നു. ആഴ്ചയിൽ ഒരു ദിവസം അമ്പലത്തിൽ വരണമെന്ന് പറഞ്ഞില്ലേ? ദേവയജ്ഞം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അറിയുന്നില്ല, അറിഞ്ഞ് ആരാധിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്നൊക്കെ വീട്ടിൽ ചെന്നാൽ എന്താ ചെയ്യുന്നത്? കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. ഈ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ചിലരെന്ത് ചെയ്യും? മുറ്റത്ത് കോലം വരയ്ക്കുന്നത്. ഈ കോലം വരയ്ക്കുക അരിപ്പൊടിയുള്ള അതും മാറിയിട്ടോ എന്തൊക്കെയോ സാധനങ്ങളാണ്. ഈ കോലം വരയ്ക്കുന്നത് ഭൂതയജ്ഞം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തേക്ക് ആ സംസ്കാരം ഇല്ലാത്തത് കൊണ്ട് മുത്തശ്ശി പടിഞ്ഞാട്ട് മുടിക്കുക എന്നാ പറയുക. അതിന് ഒരു തവി ചോറ് ആരും കഴിക്കുന്നതിന് മുമ്പ് എടുത്തിട്ട് പുറത്ത് ഒരു പ്ലേറ്റിൽ കൊണ്ടുപോയി വെക്കും, കുറച്ച് വെള്ളവും. അപ്പൊ എന്താ ചോദിച്ചാൽ പറഞ്ഞു അന്ന് അത് മരിച്ചു പോയവർക്കാണ് മുത്തശ്ശി പറഞ്ഞു. അതല്ല, ഭൂതയജ്ഞം. ഈ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്ന ഈ ഫംഗസും ഒക്കെ അവർ ഈ വലിച്ചെറിയുന്ന ചപ്പും ചവറും വേസ്റ്റ് നശിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് നാളിൽ കൂടി ഇരിക്കാൻ പറ്റും. അപ്പൊ ഭൂതയജ്ഞം നമ്മളുടെ കടമയാണ്. നമ്മൾ വളർത്താത്ത ജീവികൾക്കാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. അത് ഭൂതയജ്ഞം. പിന്നെ ഉള്ളതാണ് നൃയജ്ഞം. നമ്മൾ പറയില്ലേ മാനവസേവ, മാധവസേവ. നമ്മൾ പെയിനാൻ ഭാര്യയും സഹായിക്കാനൊക്കെ പോകുന്നില്ലേ? അതൊക്കെ മാനവസേവ, മനസേവ, നാരായണ സേവ. അതിന് ഈ സമയം നമ്മൾ കണ്ടെത്തണം. വേദനിക്കുന്നവരുടെ കണ്ണീരൊക്കെ. ഈ അവസാനം പറയുന്നതാണ് പിതൃയജ്ഞം. അതാണ് സംശയം. അപ്പോ പഞ്ചമഹായജ്ഞങ്ങളിലെ അവസാനത്തേതാണ് പിതൃയജ്ഞം. എന്തിനാണ് പിതൃയജ്ഞം ചെയ്യുന്നത്? ഇപ്പൊ ബലി നമ്മളെല്ലാവർക്കും സംശയമാണ്. പിതൃയജ്ഞ ഉണ്ടാവുമ്പോൾ അമ്പലത്തിൽ പോകാൻ പാടില്ലേ? അതിനെ വളരെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് അച്ഛനെ പോലെ സംസാരിക്കുക. പക്ഷെ നമ്മൾ ആ വില ആചരിച്ചിരിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ മനസ്സിൽ ദുഃഖം. ഈ ദുഃഖമുള്ള ഒരു വ്യക്തി ഇവിടെ വന്നു നിന്നാ ഭഗവാൻ സങ്കടാക്കാൻ നമ്മൾ കണ്ണിൽ വേണം വെച്ചാൽ ഭഗവാന് കഴിയുന്ന ഒന്നത്. രണ്ടാമത് അതിനും അപ്പുറം നമ്മളെ വീട്ടില് അമ്പലത്തിൽ വരുന്നതിനേക്കാൾ ശുദ്ധമായിട്ടാണ് വില കുളിക്കി എത്തില്ല. വെളിച്ചാവുന്നതിന് ഏത് നാഴിക പൊരുന്നതിന് മുമ്പ് പുഴയിൽ പോയിട്ട് മുങ്ങി കുളിക്കും. എല്ലാവരും ഒന്നിച്ച് പോയി കുളിച്ച് അവിടെ വന്നു നിന്നിട്ട് വിളക്ക് നമുക്ക് എടുത്തില്ലല്ലോ. 15 ദിവസം ആ വിളക്കിന് മുന്നിൽ ഇരുന്നിട്ട് നാമം ജപിക്കും. ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാമം ജപിക്കാൻ പാടില്ലേ? നാമം ജപിക്കണം. അപ്പോഴാ ജപിക്കട്ടെ. നമുക്ക് അപ്പോൾ മാത്രമേ ആത്മാവിന് വേണ്ടി ചെയ്യാൻ പറ്റൂ. കാരണം 40 ദിവസം അല്ലെങ്കിൽ 16 അടിയന്തരം കഴിയുന്നവരെ ആത്മാവ് അവിടെ തന്നെ തങ്ങി നിൽക്കുന്ന പറയാം. അപ്പോ നമ്മൾ ആ ആത്മാവിന് വേണ്ടി രാമായണം വായിക്കും. രാമായണം എവിടെയും വായിക്കാനാണ്. അതിന് വലിയ തത്വമാണ് രാമനാമം. സഹസ്രനാമ തത്തുല്യം രാമനാമവരാരണി. സഹസ്രനാമം ചൊല്ലുന്നതിന് തുല്യാണ് ഒരു രാമനാമം ചെയ്യുകയാണ്. അപ്പോൾ അത് കർക്കടകത്തിലൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി ക്ലാസ് എടുക്കാൻ വലിയ ആചാര്യന്മാരെ വിളിക്കാം. ഇനി അത് മറ്റൊന്ന്, നമ്മളപ്പോ അവിടെ അങ്ങനെ ഇരുന്ന് നാമം ചെയ്യുന്നതും അമ്പലത്തിൽ പോയി ഇരുന്ന് ചെല്ലുന്നതും വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മുടെ രക്തബന്ധമുള്ളവരാണ് ആചരിച്ചിരിക്കുന്നത്. നമ്മൾ ആർക്ക് വേണ്ടിയാ? നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയാ. പിതാവായി തന്നെ എന്താ പറയാ? 32 തലമുറയ്ക്ക് പിണവച്ചോളുക. അല്ലാതെ മരിച്ച അച്ഛന് മാത്രമല്ല പിണവയ്ക്കാൻ പറയാ. കാരണം നമ്മുടെ ഈ ശരീരം എടുത്ത് ഈ ഭൂമിയിൽ ഇവിടെ വന്ന് ഇതൊരു എന്താണ്? ഈ ഒരു വണ്ടി ഓടുന്നത് ഏത് റോട്ടിലൂടെയാണ്? ആത്മീയതയായ റോട്ടിലൂടെ. ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു ചക്ക പോലെ. ഒരു ചക്ക മുറിക്കുമ്പോ കുറച്ച് എണ്ണ വരട്ടിയ വലിയ ഒട്ടലുണ്ടാവില്ല. ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ആത്മീയമാകുന്നതിന് എണ്ണയുടെ വരട്ടിയിട്ട് ജീവിച്ചു നോക്കൂ. വലിയ ഒട്ടലിനോടൊന്നും നമുക്ക് തോന്നില്ല. അമ്പലത്തിൽ വന്ന് ഇരിക്കാൻ കഴിയും. എന്നാൽ ഇരിക്കപ്പോഴും ഉണ്ടാവില്ല, എഴുന്നേറ്റ് പോകും. അപ്പോ അങ്ങനെ ആത്മീയമായി എല്ലാവരും ചേർന്ന് എന്നാൽ ജീവിക്കുമ്പോ നമുക്ക് ഈ ശരീരം കിട്ടിയ ഈ ശരീരത്തിലിരുന്ന് ശരീരമാദ്യം വരും ധർമ്മസാധനം വേദമന്ത്ര. ഈ ശരീരത്തിലിരുന്നു കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നാമം ചെല്ലാനും ഉയർത്തിക്കാനും ആരാധിക്കാനും ധർമ്മം ആചരിക്കാനും പറ്റിയത്? ആചാര പ്രഭവോ ധർമ്മം. ആചരിക്കാനുള്ളതാണ് ധർമ്മങ്ങൾ. അതാണ് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ. സനാതനം നാശമില്ലാത്തത്. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ആചരിക്കുന്നതൊക്കെ ധർമ്മ. ഇതിൽ നടക്കുമ്പോൾ ആരെയും കൂട്ടിമുട്ടരുത്. ധർമ്മ. അമ്പലത്തിൽ പോകണം, തൊഴുത് നമസ്കരിക്കണം. അതൊക്കെ നമ്മൾ ആചരിക്കേണ്ട ധർമ്മങ്ങളാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? എത്രയോ കാലങ്ങളായി അവർ കഴിച്ച ഭക്ഷണത്തിന്റെ അംശമായി നമുക്ക് കിട്ടിയ ഈ ശരീരം അതിന് കാരണം പിതൃക്കളാണ്. അപ്പോ പിതൃയജ്ഞമാണ് ദേവയജ്ഞത്തെക്കാൾ മുകളിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പിതൃയജ്ഞം ചെയ്യണം എന്ന് പറയുന്നത്. ഇനി നമ്മളൊക്കെ കുറെ കാലം ഇത് ചെയ്യുന്നുണ്ട്. ചിലരെന്ത് ചെയ്യും? വിദേശത്തൊക്കെ മക്കളെങ്കിൽ വരുമ്പോ കൂടെ കൂടി കെട്ടിയിട്ട് തിരുനെല്ലി കൊണ്ടുപോയി സമർപ്പിക്കുക, അല്ലെങ്കിൽ രാമേശ്വരം കൊണ്ടുപോയി സമർപ്പിക്കുക. പിന്നെ അവർ ചെയ്യുന്നില്ല. അപ്പൊ അവർക്ക് സമാധാനം
പറയാറുണ്ട്, നമ്മുടെ മനസ്സാണ് പ്രധാനം. എല്ലാ വ്യക്തികളും പിതൃതർപ്പണം ചെയ്യുന്നവരല്ല. അപ്പോൾ സന്യാസിയായിട്ട് നമ്മൾ പോകുമ്പോൾ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കപ്പിള്ള വെക്കണമെന്നാ പറയാം. എല്ലാ ബന്ധങ്ങളും അറുക്കും. സന്യാസം, ഈ ബ്രഹ്മകലശമൊക്കെ കൊടുത്തിട്ട് സന്യാസിമാരെ നമ്മൾ സ്വീകരിക്കുക. ആ സമയത്ത് സന്യാസ സൂക്തമുണ്ട് വേദത്തില്, കർമ്മണ സൂക്തം എന്ന് പറയും. അതാ ചൊല്ല. ഇതൊന്നും അറിയാതെ പലരും കാണിച്ചു കൊടുക്കുന്നതാണല്ലോ. അപ്പൊ വേദമന്ത്രം അവിടെ ഉച്ചരിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി ആ സന്യാസി ഇരിക്കപ്പിണ്ടം വെക്കുമ്പോൾ എന്റെ വേദനയുണ്ടോ ഇല്ല. അതുപോലെ നമ്മൾ തിരുനെല്ലി കൊണ്ടുപോയി അല്ലെങ്കിൽ രാമേശ്വരം കൊണ്ടുപോയി ചെയ്തു എന്ന് കരുതി കുഴപ്പമില്ല. അതവിടെ നമ്മുടെ മനസ്സാണ് പ്രധാനം. ഇനിയിപ്പോ അങ്ങനെ ചെയ്യാൻ വയ്യ, എനിക്ക് കുറച്ച് കാലം അങ്ങനെ വേദാർപ്പണം ചെയ്യണം എന്നുണ്ടെങ്കിൽ 18 വർഷം. 18 ഒരുപാട് തത്വങ്ങളുണ്ട്. നമ്മളുടെ ഗീതയില് 18 അധ്യായങ്ങൾ, ശബരിമല ശാസ്താവിന് 18 തൃപ്പടികൾ, 18 പർവ്വങ്ങളാണ് മഹാഭാരതം, 18 അക്ഷൗഹികത, 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട് 18-ന്. ഈ 18 വർഷം നിങ്ങളത് ആചരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ പറഞ്ഞതുപോലെ രാമേശ്വരത്തോ നീലോ കൊണ്ടുപോയി അത് സമർപ്പിച്ചാൽ നിങ്ങൾ ഫ്രീ ആയി. എല്ലാ കാലത്തും നമ്മൾ മരിച്ചാലും പിതൃക്കൾക്ക് ഇത് കൊടുക്കാനുണ്ടാവും. അതിനും അപ്പുറം നിങ്ങൾ എഞ്ചാവും 18 വയസ്സ് 18 വർഷത്തിൽ ആചരിക്കുമ്പോൾ. അപ്പോഴേക്കും നിങ്ങളുടെ മക്കൾ മുതിർന്ന് വന്നിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യും? അവർ ബലിതർപ്പണിടുമ്പോൾ 32 തലമുറയ്ക്കാണ് ലഭിക്കുക. അപ്പോ 32 തലമുറയ്ക്ക് അത് ലഭിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്നും കാക്കയായി സ്വാമിജി പറയാറുണ്ട്. ഇവിടെ പറഞ്ഞോളാവോ? നമ്മുടെ അച്ഛനോമിയൊന്നും എന്ത് സംശയം ഇവരെ കുറെ സൈഡ് കേൾക്കുന്നത് ഇതൊക്കെ ഒന്ന് ചെയ്യണം. ആദ്യം നിങ്ങളെ അതൊക്കെ വാങ്ങി വെച്ചോളൂ. ഞാൻ പാടും സന്ധ്യാനാമം എല്ലാവരും ശീലമുണ്ടാവും. അങ്ങനെ തന്നെ തുടങ്ങിയിരിക്കും. നാമജപം, നാമം എന്ന് പറഞ്ഞ അഗ്നിയെ പോലെയാ. വെറും നാമജപത്തിലൂടെ നമുക്ക് മോക്ഷം കിട്ടും. അപ്പോ മരിക്കുന്ന സമയത്ത് അങ്ങനെ വലിച്ചു കിടക്കുമ്പോ അനായാസേന മരണം സംഭവിക്കാം. ദൈന്യേന ജീവനം, ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ദേഹാന്തി സാന്നിധ്യം ഈ ദേഹം അവസാനിക്കുന്ന സമയത്ത് അങ്ങനെ സാധിക്കും. ഉണ്ടായിരിക്കണമേ ഭസ്മാന്തം ശരീരം, ഒരു തുണി ഭസ്മം. എന്റെ ആചാരം നോക്കൂ. പല പറമ്പുകളിലും ശവപ്പറമ്പുകൾക്ക് അടുത്തുള്ള കിണറുകളിലെ വെള്ളം അഴുകി നാറി എന്ന് പറഞ്ഞു പലരും. ക്രിസ്ത്യൻസ് ചെയ്യുന്നുണ്ട്, മറ്റു മതസ്ഥര് ചെയ്യുന്നത്. ഹിന്ദുവിന്റെ ആചാരം നോക്കൂ. ഭസ്മാന്തം ശരീരം, ശരീരം ചെല്ലാൻ പറ്റുന്ന മന്ത്ര വായുരമൃതമതേകം ഭസ്മാന്തം ശരീരം ഹൃദോ സ്മര ഹൃദം സ്മര ഹൃദോ സ്മര ഹൃദം സ്മര. ചുടലയില് എന്താ പറയുന്നത്? പഞ്ചഭൂതങ്ങളായി വിഘടിക്കാൻ പോകുന്ന എന്റെ ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹേ ഭഗവൻ എന്റെ ആത്മാവിനെ ആ നേർവഴിക്ക് നയിച്ചാലും. ഈ തുടക്കുന്നില്ലേ? കുട നമ്മുടെ ശരീരം അങ്ങനെ കറങ്ങി വന്നിട്ട് സംസ്കാര കർമ്മങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും. ആ കുടം നമ്മുടെ ഈ മരിച്ചു പോയ ആത്മാവിന്റെ ശരീരം. അതിൽ നിറച്ച് വച്ചിരിക്കുന്ന ജലാണ് ആത്മാവ്. കുടം നമ്മുടെ ശരീരം. അതാ ഓരോ ഇത് കഴിയുമ്പോൾ, ഓരോ പ്രദക്ഷിണം കഴിയുമ്പോഴും തുടരുന്നില്ലേ? ആത്മാവ് കൂർന്നു ഇറങ്ങി അവസാനം അതങ്ങോട്ട് പൊട്ടിച്ച് കളയാം. അവിടെ വെച്ച് തന്നെ ആ ശരീരവുമായി ആ ആത്മാവുമായുള്ള സർവ്വ ബന്ധങ്ങൾ അത് കഴിഞ്ഞ് നമ്മൾ 7 അടിപ്പുറം വെച്ച് കഴിയുമ്പോഴേക്ക് സർവ്വ ബന്ധങ്ങളും കഴിഞ്ഞ് ആ ആത്മാവ് ഇതുപോലെ പ്രാർത്ഥിക്കട്ടെ. വായുരമൃതമതേകം, എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാനെ എന്നെ ആ വഴിക്ക് നയിക്കണേ. അത് പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ എല്ലാ ബന്ധങ്ങളും തീർന്നുക. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, എന്റെ കുട്ടികളെ കൊണ്ടുവന്ന് തരണമെന്ന് പറയുമ്പോ ചോദിക്കുന്നുണ്ട്, ഏത് ജന്മത്തിൽ ഏത് മകനും. ഇത്രയേ ഉള്ളൂ. മരണം കഴിഞ്ഞ കുളം മുടക്കുന്നതോടെ ആത്മാവിന്റെ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. പക്ഷെ പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പിതൃക്കളെ നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഓർക്കാൻ, ആ കറുകത്തലത്തിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി നമ്മൾ ചെല്ലുന്നു. 18 വർഷം കഴിഞ്ഞാൽ പിന്നെ ചെയ്യണമെന്നില്ല. പോയി നമുക്ക് എവിടെ വേണമെങ്കിലും ഇതുപോലെ എല്ലാ വർഷത്തേക്കും വേണ്ടിയുള്ളത് ചെയ്യാമെന്നാണ് സങ്കല്പം. ഇതെല്ലാം ഇങ്ങനെ അറിഞ്ഞ് നിങ്ങൾ ആരാധിച്ചു നോക്കൂ. സന്ധ്യാനാമം, അത് കഴിഞ്ഞ ജ്ഞാനപ്പാന 1 മാസം നിങ്ങൾ വായിച്ച ഹരിനാമകീർത്തനം 1 മാസം വായിച്ച നിങ്ങൾ രാമായണം മലയാളത്തിൽ എടുത്ത് വെച്ച് ഒരാവർത്തി വായിക്കുക. നിസ്സാരമെത്രയും സംസാരമോർത്തിയോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. രാമായണം പറയാ. രാവണൻ കുംഭകർണനോട് പറഞ്ഞപ്പോ കുംഭകർണൻ എന്താ പറഞ്ഞേ? ശ്രീരാമചന്ദ്രനെ വധിക്കണം, എനിക്ക് സീതയെ വേണമെന്ന് പറഞ്ഞപ്പോ കേവലം രാക്ഷസനായ രാവണന്റെ അനുജൻ പറഞ്ഞു കൊടുക്കുക, ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ, ഭക്തിയല്ലോ മഹാജ്ഞാനമാതാ
ബന്ധം മാത്രമേ നമുക്ക് ഉള്ളൂ. എല്ലാവരും നമ്മളെ വിട്ടു പോവും. അച്ഛനും അമ്മയും എന്നും ഉണ്ടാവോ, ഭർത്താവ് എന്നും ഉണ്ടാവോ, ഭാര്യ എന്നും ഉണ്ടാവോ? ഭാര്യ ഭഗവാൻ മാത്രം. നമ്മളിൽ ഇരിക്കുന്ന ആ ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യണം? ഉണർത്തണം. ഇനി അത് കഴിഞ്ഞ് ആ രാമായണം ഒരാവർത്തി വായിച്ചു കഴിഞ്ഞാൽ ഗീത എടുത്ത് മുന്നിലേക്ക്, ഗീത ഒരാവർത്തി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗവതത്തിലേക്ക് കയറാം. കാരണം മഹാഭാരതത്തിന്റെ ഒരു പകുതി വെച്ചിട്ടാണ് ഭാഗവതം കഥ തുടങ്ങുന്നത്. അതുകൊണ്ട് മഹാഭാരതം വായിക്കാത്തവര് ഭാഗവതം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇനി യജ്ഞം സമർപ്പിക്കട്ടെ. ഇപ്പൊ ചെയ്തത് ജ്ഞാനയജ്ഞം. ഒരുപാട് യജ്ഞങ്ങളും യാഗങ്ങളും ഒന്നും ചെയ്യേണ്ട. കളികാലത്തിൽ എന്തേ വേണ്ടു? ഭഗവൻ നാമങ്ങൾ അങ്ങനെ ജപിക്കുക. ഈ നാരായണീയം പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. നാരായണീയത്തിന്റെ അവസാനം ഇവിടെ എന്താ പറയുന്നതോ? അവസാനം ഭഗവാനെ കണ്ടു. നീല വെളിച്ചായിട്ട് ഗുരുവായൂർ തിരുനാളിൽ അതാണ് അവിടുത്തെ പ്രത്യേകത. ഭഗവാൻ നീല വെളിച്ചതിൽ ആ വേണുഗോപാല സ്വരൂപത്തിൽ പ്രത്യക്ഷനായിട്ടേ. ഒരുപാട് കരുതി ഇനി കാണുമൊന്നും ഉണ്ടാവില്ല, അടച്ചു വെച്ചു. പക്ഷേ അപ്പൊ ഭഗവാൻ നീല വെളിച്ചമായി വേണുഗോപാല സ്വരൂപത്തിൽ. നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ ധ്യാനിക്കുന്നത് അങ്ങനെ നമ്മൾ മുന്നിൽ വരുന്ന കാണാൻ കഴിയും. രാമകൃഷ്ണസ്വാമി പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കാണാം, നിങ്ങൾ അത്രയും ആഗ്രഹിക്കണം, ആ ശ്രമം ചെയ്യണം, നന്നായി ശ്രമിക്കണം. അപ്പോ ചോദിച്ചൂത്രേ, പട്ടിപ്പാടെ പിന്നെ കണ്ടില്ലേ, ഇതിനെ കുറിച്ച് ഒന്നും എഴുതണില്ലേ? അപ്പോഴാണ് എഴുതിയത് അഗ്രേ പശ്യാമി എന്ന് പറഞ്ഞിട്ട്. അവസാനിപ്പിക്കുന്നത് എന്താ? വിശ്വനാഥ ക്ഷമേധ, കൃഷ്ണ എനിക്കൊന്നും അറിയില്ല കേട്ടോ. ആ വേദങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരുന്നാ മതി, അമ്മയുടെ കഥ പറഞ്ഞാൽ മതി, കേട്ടാൽ മതി. അതുകൊണ്ട് ഞാൻ 1036 ശ്ലോകങ്ങളിൽ അങ്ങേക്ക് എഴുതി. ഇനി എന്തേ വേണ്ടു? ഈടം ലീലാവതാരേ ഗുരുതാ മാനുരാരോഗ്യ സൗഖ്യം. അതാണ് നമുക്ക് എന്താ വേണ്ടത്? ആയുസ്സും ആരോഗ്യവും സുഖവും. നിങ്ങളിവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും കാലം ആയുസ് ഉണ്ടായത് കൊണ്ടല്ലേ? ഈ ആയുസ് ഉണ്ട്, കിടക്കയിൽ നിവർന്ന് കിടക്കുക. അസുഖമാണെങ്കിൽ ഇരിക്കാൻ പറ്റുമോ? ആരോഗ്യം എന്താ അസുഖം? ആയുസ്സും ആരോഗ്യം ഉണ്ട്. ഇവിടെ വന്നിരുന്നു വീട്ടിൽ ആകെ പോരാണെങ്കിൽ മനസ്സിൽ വെക്കുന്നത് കയറുമോ? മനസ്സുഖം എന്തെങ്കിലും പറ്റൂ. ഭഗവാൻ എല്ലാവരെയും ആയുസ്സും ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കട്ടെ, കൂടെ മനസ്സുഖവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു യജ്ഞം ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ്. ഒരുപാട് സംസാരിച്ചാറിയിരുന്ന് പക്ഷെ ഭഗവത് കഥകൾ അങ്ങനെ കേട്ടാ കഴിച്ചിട്ട് എങ്ങനെയാ കേട്ട്? 7 ദിവസം രാവും പകലും ഉറക്കവും പോലും ഇല്ലാതെ മോക്ഷം കിട്ടിയേ. ഭാഗവതത്തിലെ എന്താ? ഉപദേശമല്ല, ജ്ഞാനോപദേശ. ഈ യജ്ഞവേദിയിൽ നടന്നത് ജ്ഞാനോപദേശ. ഉപദേശം ഇഷ്ടം പോലെ കിട്ടും, തരാനും ആളുണ്ട്. ഇവിടെ ജ്ഞാനോപദേശം കാരണം ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നില്ല. ഈ ജ്ഞാനോപദേശം കിട്ടുന്ന വേദികൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ആര് പറയുന്നു എന്ന് നോക്കരുത്, എന്ത് പറയുന്നു അവിടെ നിങ്ങൾ വന്നിരിക്കണം. എന്തെങ്കിലുമൊക്കെ കിട്ടും നമുക്ക്. അതുപോലെ ഉപദേശം കൊടുക്കുന്നത് ആക്കാൻ നോക്കൂ. ഭാഗവതത്തിൽ ആദ്യം ആത്മദേവൻ എന്ന അച്ഛന് ഗോകർണന ഉപദേശം കൊടുക്കുന്ന മകൻ അച്ഛനെ ഉപദേശിച്ച സംസ്കാരം ഹൈന്ദവന്റെ സംസ്കാരം. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് മോക്ഷം കിട്ടി. ഋഷഭദേവൻ സ്വന്തം പുത്രന്മാരെ ഉപദേശിച്ചു. ഋതു മഹാരാജാവ് കുമാരന്മാരെ ഉപദേശിച്ചു. എല്ലാം ജ്ഞാനോപദേശമായിരുന്നു. മാത്രമല്ല ആദ്യം തന്നെ പറഞ്ഞു തരുന്നുണ്ട് സംസാരി വിഷസംഗാവുലഭിയ. ഈ നിസ്സാരമായ സംസാര സാഗരത്തിൽ മുങ്ങി പൊങ്ങാതെ മതി സർവധർമാൻ പരിത്യജ്യമേകം ശരണം വ്രജ. ഇങ്ങനെ വരൂ, നിങ്ങളുടെ മോക്ഷം ഞാൻ ഉറപ്പു തരുന്നു എന്ന് ഭഗവാൻ പറയാം. ഇങ്ങനെ വേണം 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ ധ്യാനിച്ചോളൂ, എന്റെ ഭക്തനായി മാറിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് മോക്ഷം തരാം. ഇത്ര ഗ്യാരണ്ടി എവിടെ നമുക്ക് കിട്ടാം? ഒരു മക്കളും തരില്ല, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും തരില്ല. നമ്മുടെ ബന്ധങ്ങൾ അത് തുറന്നു വെച്ചാൽ കിട്ടുന്ന ആ ഒരു ആത്മസുഖമുണ്ടല്ലോ. തെക്കണ്ട മധുര പറഞ്ഞാൽ അത് വായില്ലാത്തവന് മനസ്സിലാവില്ല. അതുപോലെ
ലളിതം വായിക്കാം, അത് അർത്ഥം മനസ്സിലാക്കി വായിക്കാൻ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് അനുഭവിക്കണം. ആത്മാനുഭൂതി എന്ന് പറയുന്നത് ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അനുഭവിക്കാം എന്ന് ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഗ്രന്ഥങ്ങളിലൂടെ പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വേണമെന്ന് തോന്നിയവരുണ്ടെങ്കിൽ തുടങ്ങിയവരുണ്ടാവൂട്ടോ. ജ്ഞാനപ്പാന, ഹരിനാമകീർത്തനം, രാമായണം, ഭഗവത്ഗീത, ഭാഗവതം, ഈ ഒരു സ്റ്റേജിലൂടെ അതിനിടയ്ക്ക് മഹാഭാരതം ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ പോവാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സ്വാമിജിയുടെ ഈ തുടക്കം ഇവിടെ ഒരുപാട് കാലം നീണ്ടു നിൽക്കട്ടെ. സത്തുക്കൾ ഇവിടെ വരട്ടെ. തവനൂര് കാർഷിക കോളേജിനുള്ളില് ഒരു അമ്പലമുണ്ട്, വാസുദേവപുരം ക്ഷേത്രം. അവിടെ സ്വാമി ഉദിൽ ചൈതന്യാജി വന്നിട്ടാ കൊറോണ കഴിഞ്ഞിട്ട് തുടക്കം കുറിച്ച്. അത് കൊറോണയ്ക്ക് മുമ്പ്. അതിനുശേഷം എല്ലാ ഗുരുവായൂർ ഏകാദശിക്കും അവരെന്നെ വിളിക്കും. ഒരു 4 വർഷമായിപ്പോ. അപ്പൊ എന്നോട് പറയും, സ്വാമി വന്നിട്ട് അവിടെ ഈ കണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ടായ ഊട്ടുകലുണ്ടായി, ടേബിളും കസേരയും പാത്രങ്ങളും ഒക്കെ ഉണ്ടായി, കുഴുക്കുങ്ങനിയൊക്കെ തരാകശിക്ക്. അതുപോലെ സ്വാമി ഇവിടെ വന്നൂരോ മഹത്തുക്കൾ കണ്ണിൽ കാല് കുത്തിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഈ അമ്പലത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ. ഒരുപാട് ന്യായയജ്ഞങ്ങൾ നൽകാൻ മുരുകൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന ദേവസേനാപതിയാണ് മുരുകൻ. മഹാദേവനായ അച്ഛന് ഓങ്കാരത്തിന്റെ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞു കൊടുത്ത സേനാപതി ദേവസേനാപതിയാണ് മുരുകൻ. ആ മുരുകൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യജ്ഞം ഞാൻ സമർപ്പിക്കാണ്. യജ്ഞം നടത്തുമ്പോൾ അത് ശുദ്ധി വരുന്ന നമ്മുടെ മനുഷ്യരുടെ എന്തെല്ലാം ശുദ്ധികൾ ഉണ്ടെങ്കിലും നമ്മൾ ആ യജ്ഞം ഭഗവാനോട് സമർപ്പിച്ചാലോ പ്രശ്നം തീർന്നു. ഗ്രന്ഥം എടുക്കാത്തതിന്റെ ഒരു പ്രശ്നത തെറ്റിയാലോ ചാമി ശരിക്കാണോ ആദ്യം വിളിച്ചേ, തെറ്റിച്ചില്ലേ, ചാമി പറഞ്ഞില്ലേ, ഒരുപാട് വീഴില്ലേ, നടക്കുന്നതിന് മുമ്പ് അങ്ങനെ വിചാരിച്ചിട്ട് ഓരോ ഗ്രന്ഥങ്ങളും നിങ്ങൾ തുറക്കുക. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ സമർപ്പിക്കട്ടെ. കായേന വാചാ മനസേന്ദ്രിയൈർവാ വിദ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ജഗദംബികായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.